ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. സാധാരണ ഇതുള്ള ഇലക്ഷൻ ചാനലിൻ്റെ ഫോർമാറ്റ് മാറ്റിയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം സാധാരണ കണക്കുകളും വിശകലനങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ കണക്കുകളേക്കാൾ ഏറെ പ്രാധാന്യം എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം ചില മാറ്റങ്ങൾ വന്നത്. ഏറെക്കുറെ പട്ടികയുടെ 80% നമുക്ക് നേരത്തെ പരിചിതമുള്ളതായിരുന്നു. നമ്മൾ ഇലക്ഷൻ ചാനലിൽ തന്നെ പലതവണ ചർച്ച ചെയ്തതുമാണ്. എന്നാൽ പ്രധാനമായും 2-3 സീറ്റുകളിലാണ് മാറ്റം ഉണ്ടായത്. അത് ആലപ്പുഴയിൽ KC വേണുഗോപാൽ വരുന്നു. തൃശ്ശൂരിലേക്ക് വടകരയിൽ നിന്നും K മുരളീധരൻ വരുന്നു. വടകരയിൽ പകരം ഷാഫി പറമ്പിൽ പുതുമുഖമായി തന്നെ ലോക്സഭയിലേക്കുള്ള പുതുമുഖമായി ഷാഫി പറമ്പിൽ MLA കടന്നു വരുന്നു. K സുധാകരൻ കണ്ണൂരിൽ പല പേരുകൾ കടന്നു വന്നെങ്കിലും അവസാനം സുധാകരൻ തന്നെ മത്സരിക്കുന്നു. പക്ഷേ ഈ സീറ്റുകളുടെ എല്ലാം മാറ്റം ഒറ്റ സീറ്റിനെ ആശ്രയിച്ചായിരുന്നു ഇരുന്നത്. അത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ ആശ്രയിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സീറ്റിലും എങ്ങനെയാണ് ഓരോ സ്ഥാനാർത്ഥികൾ കടന്നു വന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനു, എനിക്ക് തോന്നുന്നു നമ്മൾ ഇലക്ഷൻ ചാനൽ പലതവണ ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ ഈ തീരുമാനം വൈകിക്കാനുള്ള ഒരു കാരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിൽക്കുമോ ഇല്ലയോ അത് ഏറ്റവും നിർണായകമായിരുന്നു. രാഹുൽ ഗാന്ധി നിൽക്കുമോ ഇല്ലയോ ആ ഒരു സീറ്റിന് മാത്രം വിഷയമായിരുന്നില്ല. രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നില്ലെങ്കിൽ KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവിന് ആലപ്പുഴയിൽ മത്സരിക്കണമെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ആ ഒരു മുസ്ലിം പോലും നേരത്തെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ഒരു വശത്ത് കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കണോ വേണ്ടോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്നു. പലതവണ മത്സരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്നു, പിന്നീട് പിൻവാങ്ങുന്നു. പല പേരുകളും അവിടെയൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ആ പേരുകളോടൊന്നും യോജിക്കുന്നില്ല. K സുധാകരൻ മുന്നോട്ട് വെക്കുന്ന K ജയന്ത് എന്ന പേരിനോട് കോൺഗ്രസിലെ മറ്റ് നേതാക്കളും യോജിക്കുന്നില്ല. അവസാനം K സുധാകരൻ തന്നെ മത്സരിക്കേണ്ട അവസ്ഥ വരുന്നു. പിന്നീട് ഒരു സർപ്രൈസിംഗ് ആയ ഒരു മാറ്റം, അല്ലെങ്കിൽ അവസാന നിമിഷം പ്രതീക്ഷിക്കാതിരുന്നൊരു മാറ്റം, ചുവരെഴുത്തും തുടങ്ങി പ്രചരണവും തുടങ്ങി കഴിഞ്ഞ തൃശ്ശൂരിൽ K മുരളീധരൻ വടകരയിൽ നിന്ന് വരുന്നതാണ്. അത് പത്മജയുടെ രാഷ്ട്രീയ മാറ്റവുമായി BJPയിലേക്കുള്ള പ്രവേശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൂടി ആണ് അത്തരമൊരു തീരുമാനം. നേരത്തെ അങ്ങനെ ആലോചന ഉണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം അത് തീരുമാനത്തിലേക്ക് എത്താൻ അതുകൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ പത്മജയുടെ ഒരു മാറ്റം കോൺഗ്രസ്സുകാരെ അവസരമാക്കി ഉപയോഗിച്ച് ഒരു മുസ്ലിം കാൻഡിഡേറ്റായി ഷാഫി പറമ്പലിനെ കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്നു. ഈ സ്വാഭാവിക കോൺഗ്രസ് കിരൺ ബാബുവിന് അറിയാമല്ലോ, സ്വാഭാവികമായും വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതി കോൺഗ്രസിന് ഇല്ല. അത് അങ്ങനെ പ്രഖ്യാപിച്ചാൽ വലിയ കലാപങ്ങൾക്കും അതിന് തുടർന്ന് റിബൽ സ്ഥാനാർത്ഥികൾ വരും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അതിന്റെ പുറകിലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഒരു തന്ത്രപരമായ സ്ഥാനാർത്ഥി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മുൻപതിവ് തെറ്റിക്കലാണ്. അത് ഇപ്പൊ എല്ലാവരും സിറ്റിംഗ് MP-മാരായതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാകണം ആദ്യം. ഇന്ന് പ്രഖ്യാപിച്ച ഈ 39 പേരുടെ പട്ടികയിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്നാണ് പ്രഖ്യാപിച്ചത്. അതെ, കോൺഗ്രസ് പിന്നെ എപ്പോഴും ഒരു സാമൂഹിക സന്തുലിതാവസ്ഥയൊക്കെ പരിശോധിച്ചാണ് അവരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ 39 പേരുടെ ലിസ്റ്റിലും 29 പേർ SC ST OBC പിന്നോക്ക വിഭാഗങ്ങൾ. അപ്പോൾ എല്ലാ വിഭാഗങ്ങളെയും മൈനോറിറ്റി എല്ലാവർക്കും തൃപ്തി ആവുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യങ്സ്റ്റേഴ്സിന് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം കോൺഗ്രസിനെ വല്ലാതെ അലട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ ഇത്തവണ പരിഹരിക്കാനുള്ളൊരു ശ്രമം അതിൻ്റെ ഭാഗമായി നടന്നു എന്നതാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് KC വേണുഗോപാലിൻ്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, യുവാക്കളുടെ വിഷയം കോൺഗ്രസ് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കുന്നുണ്ട്. അപ്പോൾ യുവനായ് എന്ന പേരിലൊരു പ്രചരണ ക്യാമ്പയിന് അവർ തുടക്കം കുറിക്കുന്നു. യുവാക്കൾക്ക് ജോലി കൊടുക്കുന്നു, 30 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഉണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നു. അപ്പോൾ ആളുകൾക്ക് തൊഴിലില്ലാതെ വരുന്നൊരു സാഹചര്യത്തെ അതിജീവിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഈ ലിസ്റ്റിൽ അതൊക്കെ വലിയ തോതിൽ പരിശോധിച്ചാണ് ഈ നിർണയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കങ്ങളും സംശയങ്ങളും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ ഈ രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ ഇത്രയും സുരക്ഷിതമായൊരു മണ്ഡലം എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും. ഇനി ദക്ഷിണേന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഒരു സീറ്റിൽ, ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിൽ നിന്നാണല്ലോ കോൺഗ്രസ് രീതി. അപ്പോൾ അങ്ങനെ ദക്ഷിണേന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് വയനാട്. അപ്പോൾ അതിലെന്താണ് ഇത്ര തീരുമാനം വൈകാൻ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ ആദ്യ ലിസ്റ്റിൽ തന്നെ അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഒരു പ്രധാനമായും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളൊക്കെ ഉന്നയിച്ചിരുന്ന വിഷയം, രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി ജയിച്ചാലും അല്ലെങ്കിൽ വയനാട്ടിൽ മറ്റ് ജയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മറ്റൊരാളാണ് ജയിക്കുന്നത്, ഇടതുമുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കെതിരെയാണോ
രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ BJP തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ മത്സരിക്കേണ്ടത്? നിങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങൾ കർണാടക ഉണ്ടല്ലോ, അല്ലെങ്കിൽ തെലങ്കാന ഉണ്ടല്ലോ, അവിടെ കോൺഗ്രസിന്റെ ഭരണമുള്ള സ്ഥലങ്ങളിൽ. മാത്രമല്ല ആനി രാജയെ മറുപക്ഷം ഇറക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ദേശീയ നേതാവിനോട് ഇവിടെ ഡൽഹിയിൽ ഒരേ വേദിയിൽ കൈ ഉയർത്തി നിൽക്കേണ്ട ഒരു നേതാവിനെ തന്നെ അവർ ഇറക്കി അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചതാണ് അത്. പക്ഷേ അത് നടന്നില്ല. കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ അത് സാധ്യമല്ല. കാരണം രാഹുൽ ഗാന്ധി ഒരു സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതിന്റെ ഒരു ആവശ്യം. കോൺഗ്രസ്സുകാർ രണ്ട് വിഷയങ്ങളാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അവർ പറയുന്ന ഒന്ന്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മമ്മേട്ടിയിൽ തോറ്റപ്പോൾ പോലും എനിക്ക് വലിയ ഭൂരിപക്ഷം തന്ന സ്ഥലമാണ്, തന്നെ അയോഗ്യനാക്കിയ ഘട്ടത്തിൽ പോലും ജനങ്ങളെല്ലാവരും കൂടെ നിന്നതാണ്. അപ്പോൾ എനിക്ക് ആ നാടിനോട് സവിശേഷമായൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുവെന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു. പക്ഷെ അതിന് പിന്നിലെ മറ്റൊരു കാര്യം കൂടി ആലോചിച്ചാൽ, ഇവർ നേരത്തെ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ മത്സരിക്കാൻ ആലോചിച്ചാണ്. പക്ഷെ അവിടെ എല്ലാം ഉള്ളൊരു വിഷയം, തെലങ്കാനയിലോ കർണാടകയിലോ ഈ രണ്ടിടത്ത്, കർണാടകയിലാണെങ്കിൽ സ്വാഭാവികമായും BJP വലിയ ശക്തിയുള്ള സ്ഥലം കൂടിയാണ്. അവിടെ കോൺഗ്രസ് ഇപ്പോൾ ജയിച്ചു എന്ന് കരുതി കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് ആദ്യം ജയിച്ചത്. പക്ഷേ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് 26 സീറ്റിലേക്കും BJPയും സഖ്യകക്ഷിയും ചേർന്നാണ് ജയിച്ചത്. അപ്പോൾ ആ ഒരു ആശങ്ക, അവിടത്തേക്ക് ഒരു വലിയ സ്ഥാനാർത്ഥിയെ BJP ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രചരണത്തിൽ നിൽക്കേണ്ടി വരും. അതൊരു പ്രായോഗിക പ്രശ്നം. തെലങ്കാനയിലാണ് കുറെ കൂടി സേഫായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയും, ഇപ്പോൾ ഒരു ട്രെൻഡ് അനുകൂലമായി വന്നൊരു സാഹചര്യത്തിൽ. പക്ഷേ ഇതിൽ ഈ കോൺഗ്രസിന് കിട്ടിയ അപ്രതീക്ഷിതമായ, പ്രത്യേകിച്ച് ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കിട്ടിയ ഒരു അപ്രതീക്ഷിതമായ ആഘാതം ഈ പത്മജ വേണുഗോപാലിൻ്റെ മാറ്റമാണ്. അത് കോൺഗ്രസ് അത് പുറത്തേക്ക് ഞങ്ങളെ അത് ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും അത് നിർണായകമായ പങ്കുവഹിച്ചു. അത് ഒരു പക്ഷേ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയത് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഭയന്നുകൊണ്ടാണ് എന്ന കാര്യം അവർ സമ്മതിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വാഭാവികമായി. പക്ഷെ മനു, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇതൊരു കാരണമായി യഥാർത്ഥത്തിൽ ഇത്. പക്ഷെ ഞാൻ കണക്കൂട്ടുന്നത് അങ്ങനെ മാത്രമല്ല, ഈ ഒരു കാരണത്തെ അവർ കാത്തിരുന്നൊരു കാരണം കണ്ടെത്തി ഉപയോഗിക്കാമായിരുന്നത് കൂടിയുണ്ട്. ഈ വടകരയിലേക്ക് KK ശൈലജയാണ് മത്സരത്തിനൊക്കെ വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലത്തിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. നേരത്തെ തൊട്ട് ഇടതു മുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അത്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് P. സതീദേവൻ 2009 പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് പിടിച്ചെടുത്തൊക്കെ കഴിഞ്ഞെങ്കിൽ അദ്ദേഹം ഒരു തവണ കൂടി മത്സരിച്ചു. അടുത്ത തവണ AN ഷംസീറിനാണ് പരാജയപ്പെടുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹവുമായിട്ട് പലതരത്തിലും ശത്രുതയൊക്കെ ഉള്ള, അല്ലെങ്കിൽ തമ്മിൽ യോജിച്ചു പോകാത്ത ഒരു നേതാവാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരനെ തന്നെ ആ മണ്ഡലം താൻ മാറുമ്പോൾ ആ മണ്ഡലം നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് കെ മുരളീധരനെ പോലെ ഒരു നേതാവിനെ ഉമ്മൻചാണ്ടിയെ കൊണ്ട് പേര് അവതരിപ്പിച്ച് വളരെ വിദഗ്ധമായി തന്നെ കെ മുരളീധരനെ അവിടെ എത്തിക്കുന്നു, ആ മണ്ഡലം നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നു. ഒരു ഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ പറഞ്ഞിരുന്നത്, മുല്ലപ്പള്ളി പറഞ്ഞിരുന്നത്, ഞാൻ മാറിയെങ്കിൽ ഞാൻ ആ സീറ്റ് ഉറപ്പിച്ചു. KC വേണുഗോപാൽ മാറിയിട്ട് ആലപ്പുഴയുടെ കാര്യം എന്തായി? ആലപ്പുഴയുടെ സീറ്റ് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു സീറ്റ് ഉറപ്പിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന, CPM-നും ഇടതുമുന്നണിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ ഈ ഒരു ഇക്വേഷൻ, അവിടുത്തെ ഒരു സാമുദായിക ഇക്വേഷൻ കൂടി പരിഗണിച്ച് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതും ചെറുപ്പക്കാരനായ ഒരാൾ വരുന്നു. സ്ഥിരമായി നിൽക്കുന്ന മുരളിക്ക് അപ്പുറത്തേക്ക് ചെറുപ്പക്കാരനായ ഒരാൾ വന്നു കഴിഞ്ഞാൽ വേറെ ഇക്വേഷനിലേക്ക് മാറുമോ? തൃശ്ശൂരിലേക്ക് ഈ പത്മജയുടെയും സ്വാധീനം, അതോടൊപ്പം തന്നെ കെ കരുണാകരൻ്റെ മണ്ണിൽ ഒരു കാരണവശാലും പത്മജ പോയതുകൊണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ ഓരോ വോട്ടും അല്ലാതെ മറ്റൊരു വോട്ടും പോകരുത് എന്നുള്ള ഒരു വാശി, അതൊരു ആലങ്കാരികമായി പറഞ്ഞാണെങ്കിലും അതിൻ്റെയൊക്കെ കൂടി ഫലമാവണം ഈ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത്. തൃശ്ശൂരിൽ TN പ്രതാപനാണെങ്കിൽ ഏത് നിമിഷവും മാറാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്നതുകൂടി വേണമെങ്കിൽ പറയണം. ഈ നേതാക്കളൊക്കെ തന്നെ നിയമസഭയിലേക്ക് വന്ന് അടുത്ത തവണയൊക്കെ കോൺഗ്രസ് UDF-ന് ഭരണം കിട്ടുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉള്ളപ്പോൾ അങ്ങനെ അവർ പ്രതീക്ഷിക്കുക, അന്നൊരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടാൻ പ്രതീക്ഷിക്കുന്ന പല നേതാക്കളുമാണ് ഈ MP സ്ഥാനത്തേക്ക് ഇപ്പോൾ മത്സരിക്കുന്നത്. TN പ്രതാപൻ ഇത്രത്തോളം സന്തോഷത്തോടു കൂടി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി, പ്രചരണം തുടങ്ങിയ ഒരു സ്ഥാനാർത്ഥി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്ന് സംശയമാണ്. കാരണം ഇത് ഈ ഒഴിഞ്ഞു കൊടുക്കൽ അദ്ദേഹത്തിന് നാളെ വിലപേശാനുള്ള വലിയൊരു, വേണമെങ്കിൽ TN പ്രതാപൻ നമുക്കറിയാം അദ്ദേഹം കുറെ കൂടി ഒരു സംയമനത്തോടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളാണ്. പക്ഷെ നാളെ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒഴിഞ്ഞു കൊടുത്തു എന്നത് അദ്ദേഹത്തിനൊരു ക്രെഡിറ്റായി, ഒരു പ്ലസ് പോയിന്റായി വരും എന്നൊരു പക്ഷേ കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും പക്ഷേ വടകരയിൽ ഈ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം വലിയ തോതിൽ കഴിഞ്ഞ തവണ ചർച്ചാ വിഷയം ആക്കിയൊരു ഇടമാണ്. അവിടെ P. ജയരാജൻ കഴിഞ്ഞ തവണ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അത് വലിയൊരു ചർച്ചാ വിഷയമാക്കി അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. മാത്രമല്ല അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്ന് കോൺഗ്രസ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുകൊണ്ട് കരുത്തിനെ തന്നെ ഇറക്കി അദ്ദേഹത്തെ നേരിടാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചരണം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. P. ജയരാജൻ നമുക്കറിയാം, അദ്ദേഹം ഈ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൽ ഒരു വലിയ മികവുറ്റ ആളാണ്.
അദ്ദേഹത്തിന് ഒരു മണ്ഡലം ഏൽപ്പിച്ച മണ്ഡലത്തെ അദ്ദേഹം കൃത്യമായി പഠിക്കുകയും അവിടുത്തെ ഓരോ വാർഡിലെ വോട്ടുകൾ എങ്ങനെ തിരിയും എന്നൊക്കെ അദ്ദേഹം കൃത്യമായി അനലൈസ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഴീക്കോട് മണ്ഡലം അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത് തിരിച്ചു പിടിക്കാൻ. അദ്ദേഹത്തിന് അത് കഴിയും. അത് തെരഞ്ഞെടുപ്പിൽ അതിലൊരു കണക്ക് പരിശോധിക്കുന്നതിൽ അത് ചെയ്യുന്നതിലും ഒക്കെ ഒരു വിദഗ്ധനായ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായത് ഇത്തരത്തിലുള്ള ഒരു പ്രചരണമാണ്. മനു, അതിനകത്ത് എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഈ പി ജയരാജൻ, ചില നേതാക്കളുണ്ട്, അവർ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വളരെ വിദഗ്ധരായിരിക്കും. ചിലപ്പോൾ മത്സരിക്കുമ്പോൾ മത്സരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയല്ല. മത്സരിക്കുന്ന ഘട്ടത്തിൽ അവർക്കിപ്പോൾ പി ജയരാജനെ സംബന്ധിച്ച് പി ജയരാജൻ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായിട്ടൊക്കെ ആ തരത്തിൽ നല്ല ബന്ധമുള്ള പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ വലിയ വികാരം ഉണ്ടാകും. പക്ഷേ ഈ പാർട്ടി പ്രവർത്തകർ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. അതിന് പുറത്തുള്ള നിഷ്പക്ഷരായ അല്ലെങ്കിൽ ഒരു പലവരുടെ ഇപ്പോൾ ഏത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും കേരളത്തിലെ ഒരു അവസ്ഥയിൽ സ്വന്തം പാർട്ടി അണികളുടെ മുഴുവൻ വോട്ട് കിട്ടിയാലും ഈ രണ്ട് പാർട്ടിക്കും ഒരു ഭൂരിപക്ഷ സീറ്റുകൾ ജയിക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ ലീഗിന് ലീഗിന്റെ മലപ്പുറം മണ്ഡലത്തിൽ ചിലപ്പോൾ കഴിഞ്ഞേക്കും, അല്ലാതെ പൊന്നാനിയിൽ പോലും അത് കഴിയും. പക്ഷെ കഴിഞ്ഞ തവണ ഈ പി ജയരാജന് 41% വോട്ടാണ് മൊത്തം മണ്ഡലത്തിൽ കിട്ടിയത്. അതേസമയം മുരളീധരനാകട്ടെ ഏതാണ്ട് 50% വോട്ടുകൾ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞു. 85,000 അധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന്. മനു പറഞ്ഞ വിഷയം തന്നെ ഉണ്ട്. പി ജയരാജൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും അവിടെ ഈ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം മുതൽ നിൽക്കുന്ന വികാരമുണ്ട്. അപ്പോൾ അത്തരം രാഷ്ട്രീയവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു പ്രതിരൂപമായി കാണുന്ന ഒരാൾ എന്നതുകൂടി പി ജയരാജനെതിരായി വരും. പക്ഷെ ശൈലജ കെ ശൈലജ ടീച്ചർ വരുമ്പോൾ അങ്ങനെയല്ല. പക്ഷേ കെ ശൈലജയ്ക്ക് വേറൊരു പ്രതിച്ഛായ ഉള്ളത് ഈ പാർട്ടിക്ക് അപ്പുറത്തേക്ക് റാണി എന്നൊക്കെ കളിയാക്കിയാണെങ്കിലും അതൊരു അവർക്ക് അംഗീകാരമായിട്ട് തന്നെയാണ് മാറിയത്. കെ ശൈലജയുടെ പ്രത്യേകത, കെ ശൈലജയ്ക്ക് പാർട്ടിക്ക് പുറത്തുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നായാലും ബി ജെ പി നിന്നൊക്കെ എല്ലാ ആളുകളും, സ്ത്രീകൾ, അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികൾ, അവരുടെയൊക്കെ പിന്തുണ ഒരു നാടിനൊരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നാടിനെ ചേർത്ത് നിർത്തിയ ഒരാൾ അല്ലെങ്കിൽ ആ തരത്തിൽ വലിയൊരു പ്രതിച്ഛായ കൂടിയുണ്ട്. അങ്ങനെ പ്രതിച്ഛായുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ മത്സരം കടുക്കാനും അല്ലെങ്കിൽ ഈ നേരത്തെ പി ജയരാജനെതിരെ പറഞ്ഞ അക്രമ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങൾ സ്വാഭാവികമായും കാര്യമായി ഏൽക്കാൻ ഉള്ള സാധ്യത കുറവാണ്. കാരണം മാത്രമല്ല, ഇത് വീണ്ടും ഈ ടി പി വിഷയം ചർച്ചയായ ഒരു സാഹചര്യത്തിൽ കൂടി അടുത്തൊരു തീരുമാനം നന്നായി വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ നമുക്കറിയാം, അദ്ദേഹം പാലക്കാടിൽ നിന്ന് MP ആയി ജയിച്ച ഒരാളാണ്. എളുപ്പത്തിൽ ജയിച്ചതല്ല, ഇത്തവണ നല്ല മത്സരം, ത്രികോണ പോരാട്ടം ഉണ്ടായിരുന്നു. ശ്രീധരന് വേണ്ടി അവിടെ പ്രത്യേകിച്ച് ഈ അഗ്രഹാരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള വർക്ക് നടക്കുകയൊക്കെ ചെയ്തു. ഏതായാലും അതിനെയൊക്കെ അതിജീവിച്ച് ഷാഫി പറമ്പിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫൈറ്റർ സ്പിരിറ്റ് ഉള്ള ഒരു ലീഡറാണ്. പിന്നെ സംസ്ഥാനത്ത് ഉടനീളം അറിയപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും ഒക്കെ അദ്ദേഹം ആ നിലയ്ക്കൊക്കെ അംഗീകാരം പിടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി പ്രയോജനപ്പെടുത്തുകയും പിന്നെ ഈ സോഷ്യൽ ഇക്വേഷൻ, ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ, ഇതെല്ലാം കണക്കാക്കി അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടതൊരു നല്ല നീക്കമായിട്ട് വേണം കരുതാൻ. പക്ഷെ പൊതുവേ ഈ പത്മജയുടെ പോക്ക് കോൺഗ്രസിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള വിശ്വാസത്തെ വലിയ തോതിൽ ബാധിക്കും എന്നതൊരു വിഷയമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഈ ഷാഫി പറമ്പിലിനെ ഇതിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാനൊരു നീക്കം നടത്തിയത്. കാരണം ന്യൂനപക്ഷങ്ങളിൽ വലിയൊരു BJP ഫൈറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് ആർക്ക് കഴിയും എന്നൊരു ചോദ്യം എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഉയരാറുണ്ട്. അത് സ്വാഭാവികമായും തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി രണ്ട് മുന്നണികളും പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുന്നു. ഇപ്പം നമുക്ക് ഏതൊരു വാർത്താ സമ്മേളനം എടുത്താലും ഈ രണ്ട് പേരുടെയും ഇവിടെ കേരളത്തിൽ CPM-ഉം അതുപോലെ BJP അല്ല CPM-ഉം കോൺഗ്രസ് LDF UDF-ഉം തമ്മിലാണല്ലോ മത്സരം. പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് BJP. അത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ അടക്കം ഉണ്ടായത് കേരളത്തിൽ കേന്ദ്രത്തിൽ BJP-യെ പരാജയപ്പെടുത്താൻ ആരെയാണ് സഹായിക്കാൻ ഗുണമുണ്ടാകുക? കഴിഞ്ഞ തവണ സ്വാഭാവികമായും ജനം ചിന്തിച്ചത് കോൺഗ്രസിനെ സഹായിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം വരും, അങ്ങനെ ഒരു പ്രതീക്ഷ കേരളത്തിലിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കൂടി വന്നപ്പോൾ അത് വല്ലാതെ ഇരട്ടിച്ചു. അപ്പോൾ അവിടെ പരാജയപ്പെടുത്തേണ്ടത് ഇപ്പോൾ ചിലപ്പോൾ ഇടത് അനുഭവമുള്ളവരടക്കം BJP-ക്ക് എതിര് നിൽക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ആ ജനവിഭാഗത്തിന്റെ ഒക്കെ അടക്കം വോട്ട് ന്യൂനപക്ഷങ്ങളെ മാത്രമാണെന്നല്ല, ഇപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ ഈ BJP വിരുദ്ധരായ അത്തരം വോട്ടുകളെല്ലാം കൂടി സമാഹരിക്കപ്പെട്ടത് കോൺഗ്രസിലേക്കാണ്. ഇത്തവണ അത് എങ്ങോട്ടാണ്, കോൺഗ്രസിലേക്കാണോ പോകുന്നത്, മറിച്ചാണോ എന്നൊന്നും അത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പത്മജ വേണുഗോപാലിൻ്റെ ഈ ചുവടുമാറ്റം അത്തരം വോട്ടുകളിൽ ഒരു ആശങ്ക ഉണ്ടാക്കാൻ വലിയ തോതിൽ ഇടവയ്ക്കും എന്ന് കരുതുന്നു ഉള്ളവർ വലിയ കൂടുതലാണ്. കാരണം പത്മജ വേണുഗോപാൽ ഇങ്ങനെ മാറി, ശോഭാ സുരേന്ദ്രൻ അടുത്ത നിമിഷം തന്നെ പറഞ്ഞു ഇനി K മുരളീധരനെ കൂടി മുരളീധർജി എന്ന് വിളിക്കേണ്ടി വരും. അതുപോലെ ഇപ്പോൾ കണ്ണൂരിൽ നമ്മളിപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴും അറിയാം, എല്ലാ ഘട്ടത്തിലും ഈ K സുധാകരൻ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയത് ഇടയ്ക്കിടയ്ക്ക് ഈ CPM നേതാക്കൾ ഇങ്ങനെ പറയും. അദ്ദേഹം മദ്രാസ് വരെ പോയി ചർച്ച നടത്തി, മദ്രാസ് വരെ എത്തി, പിന്നെ തിരിച്ചു വന്നതാണ്.
അങ്ങനെ അപ്പോൾ ഈ കെ സുധാകരന് നമുക്ക് പറ്റുന്ന ചില വാചകങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകുന്നുണ്ട്. അതെ, അത് സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പറയാൻ പറ്റില്ല. സുധാകരൻ്റെ ഒരു ശൈലി അതാണ്. ഞാൻ വേണ്ട വന്നാൽ പോകുമെന്നൊക്കെ അദ്ദേഹം ആ കണ്ണൂർ ശൈലിയിൽ അടിച്ചുവിടുകയും, ഞാനൊരു ദിവസം അവിടെ നിൽക്കുമ്പോഴാണ് ഈ RSSന് പിന്തുണ കൊടുത്തുകൊണ്ട് ഞാൻ ആളുകളെ അയച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു ജവഹർ ലൈബ്രറിയിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റിങ്ങിലാണ് ഇത് തുറന്നു പറയുകയും ചെയ്യുന്നത്. പിന്നീട് ആളുകൾ അത് കേട്ട ഉടനെ തന്നെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെന്ന് കാണുകയും പിന്നെ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിക്കുക, അദ്ദേഹം ആകെ കുടുങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ നിരന്തരം ഒരു ആരോപണമായി ഈ തെരഞ്ഞെടുപ്പിൽ CPM ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അതിന് ഒരു തടയിടുക എന്ന രീതിയിൽ. ഷാഫി പറമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഒന്ന് ഷാഫി പറമ്പിൽ അഗ്രസീവായി നിൽക്കുന്ന ഒരു MLA ആണ്. CPM-നെതിരെയും BJP-ക്കെതിരെ ആയാലും രണ്ട് പാർട്ടിക്കെതിരെയും. ഷാഫി പറമ്പിന്റെ ക്രെഡൻഷ്യൽ പരിശോധിച്ചാലും BJP വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ BJP വലിയൊരു മത്സരമൊക്കെ കാഴ്ചവെച്ച ഒരു VVIP മണ്ഡലം പോലെ സ്ഥലത്ത് നിന്നാണ് ഷാഫി പറമ്പിൽ തന്റെ വിജയം ആവർത്തിക്കുന്നത്. സ്വാഭാവികമായും BJP-ക്കെതിരെ അങ്ങനെ പരാജയപ്പെടുത്തിയ ആൾ എന്നൊരു പോസിറ്റീവ് ഉണ്ട്. പിന്നീട് കോൺഗ്രസിനുള്ളിൽ തന്നെ ചെറുപ്പക്കാരുടെ നിലയിൽ വളരെ അഗ്രസീവായി നിൽക്കുന്ന CPM-നെതിരെയും LDF സർക്കാരിനെതിരെയും ശക്തമായി നിൽക്കുന്ന ഒരു നേതാവ് എന്നൊരു തോന്നലുണ്ട്. ഷാഫിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും സ്വാഭാവികമായി ഏത് ഘട്ടത്തിലും ചെറുപ്പക്കാർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ, അതിന് ആരായാലും ഏത് പാർട്ടിയിലായാലും ചെറുപ്പക്കാരാണ് നിങ്ങൾക്ക് മത്സരരംഗത്തേക്ക് വരുന്നതെങ്കിൽ ഈ പാർട്ടി അണികളിലും പിന്നെ ഒരു വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഈ സ്ഥിരമായി നിൽക്കുന്ന പ്രായമായ ആളുകളൊക്കെ മാറി നിൽക്കട്ടെ, ഈ ചെറുപ്പക്കാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ വോട്ടൊക്കെ സ്വാഭാവികമായും അവർക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ മാത്രമല്ല ഈ കെ മുരളീധരൻ ഈ മണ്ഡലത്തിൽ വീണ്ടും തനിക്ക് മത്സരിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ള സാഹചര്യം മുൻകൂട്ടി കൊണ്ടുകൊണ്ട് അവിടെ മണ്ഡലത്തിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എല്ലായിടങ്ങളിലും. പക്ഷേ അവസാന നിമിഷം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരന് മറ്റൊരു വീഴ്ചയുണ്ട്. നേരത്തെയൊക്കെ ആളുകളൊക്കെ പറയുമ്പോഴും ഈ പക്കാ BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP അനുഭാവികളൊക്കെ അല്ലെങ്കിൽ BJP-ക്കും വോട്ട് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അവർക്കൊക്കെ കൂടി സ്വീകാര്യനായ ഒരാളായിരുന്നു കെ മുരളീധരൻ. മുരളീധരൻ അങ്ങനെ ഒരു വിരോധം അല്ലെങ്കിൽ ഉറപ്പായും BJP കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ പണ്ടത്തെ ഒരു സാഹചര്യം മാറി. ഇപ്പൊ BJP വോട്ടർമാർ അവരുടെ തന്നെ വോട്ടിലേക്ക് മാറി. പിന്നീട് അത് മാത്രമല്ല, നേമം പോലുള്ള മണ്ഡലത്തിൽ BJP-ക്ക് ജയിക്കാൻ കഴിയുമായിരുന്ന മണ്ഡലത്തിൽ CPM ആണ് ജയിച്ചെങ്കിലും ആ ജയത്തിന് കളമൊരുക്കിയത് കെ മുരളീധരൻ അവിടെ വന്ന് ജയിക്കാൻ വേണ്ടി CPM-ന് ജയിക്കാൻ വേണ്ടി BJP-ക്കാരെ പരാജയപ്പെടുത്തി. ആ ഒരു ദേഷ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നീട് ഏറ്റവും അവസാനം പത്മജയ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇത് ഏറ്റവും മുരളീധരനെ സംബന്ധിച്ച് മുരളീധരന്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നു അടുത്തിടെ BJP-യിൽ നിന്ന് നേതാവിൽ നിന്നിറങ്ങിയ ബുദ്ധിപരമായ ഒരു പ്രസ്താവന ശോഭാ സുരേന്ദ്രന്റേതാണ്. നാളെ മുരളീധർ ജി എന്ന് ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇതിൽ മുരളീധരനെ ഒരു സംശയത്തിന്റെ നിലയിലേക്ക് നിർത്താൻ ഒരു പരിധിവരെയെങ്കിലും എത്രയൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് അത് ഇടതുമുന്നണിയും കൂടി ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നേരിട്ട് BJP-യുമായി ഫൈറ്റ് നടത്തുന്ന മറ്റേടത്ത് പ്രഫുൽ കൃഷ്ണയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു BJP-യുടെ വോട്ട് എങ്ങോട്ട് പോകാനൊക്കെ ഉള്ള നേരിട്ട് BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഒരു കന്യാംഗം നടത്തുകയാണ്. BJP യുവമോർച്ച നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അവിടെ വരുന്നു. പക്ഷെ കഴിഞ്ഞ തവണയും നമുക്ക് വടകരയിൽ വലിയൊരു ഫൈറ്റ് BJP-ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വടകരയിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ 7.55%. നമ്മളിപ്പോൾ സംസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 7.55 എന്നുള്ളത്, അത് VK സജീവൻ അവിടുത്തെ ഒരു RSS ബാക്ക്ഗ്രൗണ്ടൊക്കെയുള്ള വളരെ കരുത്തനായ ഒരു അവരുടെ പാർട്ടിക്കകത്ത് വലിയൊരു സ്വീകാര്യനായ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ആ വലിയൊരു വോട്ട് ഷെയർ മറ്റിപ്പോൾ നമ്മൾ മറ്റിടങ്ങളിൽ കണ്ട ആ ഒരു ഫൈറ്റ് അദ്ദേഹത്തിന് കിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ കിരൺ പറഞ്ഞ ആ ഒരു ഫാക്ടറും കൂടി അവിടെ ഉണ്ടാകാം. ആ സമയത്ത് ചിലപ്പോൾ ഒരു അല്പം സ്വല്പം BJP ചായവുള്ളവരൊക്കെ മുരളീധരൻ ജയിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് വന്നിട്ട് ഉണ്ടാകാം. അതൊക്കെ കൊണ്ടായിരിക്കണം വോട്ട് പൂർണ്ണമായും ഇത്രയും താണത്. അല്ലാതെ ഒരു മണ്ഡലത്തിൽ മാത്രമായി ഇങ്ങനെ എത്രയും കുറയാനുള്ള സാധ്യതയും കുറവാണ്. ഏതായാലും അതൊക്കെ ഇനിയുള്ളൊരു തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ അത് ഇനി എങ്ങനെ റീഓറിയൻറ്റ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരികയാണ്. അപ്പോൾ അതെങ്ങനെ ആർക്ക് അനുകൂലമാകും എന്നത് ഇനി നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് കാത്തിരുന്നാലേ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമാണ്. അതൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ പ്രവചിക്കുന്നതിലും അർത്ഥമില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയെ അനുസരിച്ച് പിന്നീട് വരുന്ന വിഷയങ്ങൾ അനുസരിച്ചൊക്കെ ഈ അത്തരം കാര്യങ്ങളൊക്കെ മാറി. ഇനിയിപ്പോൾ ഏറ്റവും കൗതുകത്തോടെ ആളുകൾ ഉറ്റുനോക്കാൻ പോകുന്ന മണ്ഡലം വീണ്ടും തൃശ്ശൂരായി മാറുകയാണ്. അവിടെ ഒരു ഊർജ്ജസ്വലമായ ഒരു പോരാട്ടം ഉണ്ടാകും. അത് എങ്ങനെ ആർക്ക് അനുകൂലമായി കാറ്റ് വീശും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ കുറെ കൂടി കളം അദ്ദേഹം പിടിച്ചിട്ടുണ്ട്, കുറേ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഇപ്പോൾ കുറേ വിവാദങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാതാവിൻ്റെ കിരീടം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് എങ്ങനെയൊക്കെ ആളുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂർ വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നതുകൂടി. തൃശ്ശൂരിനെ സംബന്ധിച്ചിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തൃശ്ശൂരിന്റെ ചിത്രം കൂടി കെ മുരളീധരൻ വരുന്നതോടുകൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ മാറുകയാണ് എന്ന് പറയണം. തൃശ്ശൂർ നേരത്തെ കണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല
വേറൊരു സ്ഥാനാർത്ഥി വരുന്നു. സ്വാഭാവികമായും പ്രതാപനേക്കാൾ കൂടുതൽ ആവേശമൊക്കെ അണികളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, പ്രവർത്തകരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകൾ കോൺഗ്രസിൽ നിന്ന് വിട്ട് BJP-യിലേക്ക് പോയി. ഒരു സാധാ കോൺഗ്രസ്സുകാരുടെ വികാരം എന്ന് പറയുന്നത് കരുണാകരന്റെ മകളായതുകൊണ്ടാണ് അവർക്ക് ലോക്സഭയിലേക്ക് മൂന്തപുരം പോലെ കോൺഗ്രസിൽ ആര് മത്സരിച്ചാലും ജയിക്കുന്ന ഒരു സീറ്റ് കൊടുത്തു അവർ നഷ്ടപ്പെടുത്തി. തൃശ്ശൂരിൽ തുടർച്ചയായി തേറമ്പിൽ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ജയിച്ചിരുന്ന ഒരു മണ്ഡലം കൊടുത്തു, അത് നഷ്ടപ്പെടുത്തി. കഴിഞ്ഞ തവണയും അതേ മണ്ഡലം നഷ്ടപ്പെടുത്തി, KTDC ചെയർപേഴ്സണാക്കി. ഇങ്ങനെയൊക്കെയുള്ള പതിവിൽ കവിഞ്ഞ അല്ലെങ്കിൽ കരുണാകരന്റെ മകളാണ് എന്നുള്ള ഒറ്റ ആനുകൂല്യത്താൽ മാത്രം ലഭിച്ച സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടും അങ്ങനെ ഒരാൾ അവസാന നിമിഷം വ്യക്തമായ ഒരു കാരണമൊന്നുമില്ലാതെ പാർട്ടി വിട്ടു പോകുന്നു. അപ്പോൾ അവരോട് എതിരിടുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. അവിടെ കെ മുരളീധരനെ പോലെ നിർത്തുമ്പോൾ അത്തരം കോൺഗ്രസ്സുകാർക്ക് ആ തരത്തിലേക്ക് ഒരു സവിശേഷ വാശി കൂടി അവിടെ വരുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നീട് അവിടുത്തെ ഒരു ജാതി സമവാക്യത്തിന്റെ ഇക്വേഷൻ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ വരുമ്പോൾ സ്വാഭാവികമായും ഒരു നായർ വോട്ടിലൊക്കെ സ്പ്ലിറ്റ് ഉണ്ടാവാനും അല്ലെങ്കിൽ അത്തരം വോട്ട് ഒരു രണ്ടുപേരും മറ്റ് സമുദായത്തിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് TN പ്രതാപനായാലും VS സുനിൽകുമാർ ആയാലും മത്സരിക്കുമ്പോൾ ആ വോട്ട് ബാങ്കിലൊക്കെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കൂടി കെ മുരളീധരന്റെ വരവ് സ്വാഭാവികമായും സഹായമാവും എന്ന് കോൺഗ്രസ്സുകാർ കണക്കൂട്ടുന്നുണ്ടാവണം. ഈ ആലോചന യഥാർത്ഥത്തിൽ ഈ പത്മജ പോകുന്നതിന് മുമ്പേ കോൺഗ്രസ്സുകാർ ആദ്യഘട്ടത്തിലൊക്കെ ആലോചിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ പ്രതാപൻ വേണം, പ്രതാപൻ ഇങ്ങനെ ഞാൻ മാറിക്കൊടുക്കാം, ആരെങ്കിലും വരട്ടെ എന്നുള്ളതാണ്. അവിടെ പറ്റുന്ന ഒരാൾ മുരളിയാണെന്നൊക്കെ ആലോചനയാണ്. പക്ഷെ അത് നടക്കാതെ അല്ല പോയത്. അന്ന് ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം ഈ മുസ്ലിം കാൻഡിഡേറ്റായി ഒരാളെ KC വേണുഗോപാൽ മത്സരിക്കാൻ കഴിയണമെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം പറഞ്ഞു. അങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് മുസ്ലിം കാൻഡിഡേറ്റ് കൊടുക്കുകയും വേണം. അത് കൊടുക്കാൻ ആകെ ഉണ്ടായിരുന്നത് കണ്ണൂരാണ്. ആ കണ്ണൂരിലെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നീട് എവിടെ മാറ്റണമെന്നൊക്കെയുള്ള ആലോചനയിൽ തുടങ്ങും. അന്നേരമാണ് പെട്ടെന്ന് ഇന്നലെ നമ്മുടെ വാർത്ത കൊടുത്തോടുകൂടി പിന്നെ പെട്ടെന്ന് പോയേ പറ്റൂ എന്നൊരു അവസ്ഥയിലേക്ക് പത്മജ എത്തുന്നു. പത്മജയുടെ തീരുമാനമെല്ലാം ചെടുപിടയിന്ന് നടക്കുന്നു. വൈദ്യം കൽപ്പിച്ചതും ഒരേ ആ കാര്യമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ തൃശ്ശൂരിൽ അങ്ങനെ നമുക്കിപ്പോൾ കഴിഞ്ഞ തവണ ഈ വോട്ട് ശതമാനമൊക്കെ പരിശോധിക്കുമ്പോൾ TN പ്രതാപന് ഏതാണ്ട് 40% എന്ന് വെച്ചാൽ 39.8% വോട്ടാണ് കിട്ടിയത്. അത് അതേസമയം അന്ന് CPIയുടെ സ്ഥാനാർത്ഥി ഒരു പക്ഷേ സുനിൽകുമാറിനോളം കരുത്തനല്ല രാജാജി. അദ്ദേഹത്തിന് ഒരു 30% വോട്ടുകൾ കിട്ടി. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് 28% വോട്ട്. അപ്പോൾ ആ 2-3 സ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരം അതിദൂരമല്ലായിരുന്നു. ഇത്തവണ സുനിൽകുമാർ കുറേം കൂടി അവിടുത്തെ തൃശ്ശൂരുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറേ കൂടി ജനബന്ധമുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രി ആയതിൻ്റെ ഒരു ക്ലൗട്ടുണ്ട്. ഒപ്പം തന്നെ കെ മുരളീധരനും വരുന്നു. അപ്പോൾ ഇത് എങ്ങനെ തൃശ്ശൂരിലെ ഈ ത്രികോണ മത്സരം ആർക്ക് അനുകൂലമാകും? ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം അവർ 2ാം സ്ഥാനത്ത് അവിടെ ഉണ്ടായില്ല എന്നുള്ളതൊരു വലിയ വിഷയമായിരുന്നു. കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരാൾ മത്സരിച്ച് 2ാം സ്ഥാനത്തേക്ക് അവർക്ക് എത്തിപ്പെടാമായിരുന്നു. അപ്പോൾ അങ്ങനെ 3ാം സ്ഥാനത്താണ് വന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നതുപോലെ അവർക്ക് വരാൻ കഴിയുന്നൊരു മണ്ഡലം. അപ്പോൾ അങ്ങനെ 2ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ പിന്നെ അവർ തമ്മിലാണ് മെയിൻ ഫൈറ്റ് എന്നുള്ളൊരു പിക്ചർ പിന്നീട് എപ്പോഴും വരുത്താനൊക്കെ കഴിയും. അപ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ആവേശം ഒക്കെ ഉണ്ടാക്കും. ചില വോട്ട് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അനുകൂലമായി വരും. അതുപോലെ ഈ സുനിൽകുമാറിനെ നമുക്ക് രാജാജി മാത്യുവിനെ പോലെ കാണാൻ കഴിയും. രാജാജി മാത്യു പ്രധാനമായും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു വ്യാപകമായി ഇപ്പോഴായാലും അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതിയൊക്കെ വെച്ച് അദ്ദേഹം അങ്ങനെ വ്യാപകമായ ജനകീയ ബന്ധമുള്ള ആളല്ല, അങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അല്ല, തൃശ്ശൂരിൽ പൂരം നടന്നാൽ തന്നെ അവിടെ ഒരു കൊമ്പനെ പോലെ ഏത് സമയത്തും നിൽക്കുന്ന ആൾ കൂടി. ആ തരത്തിലേക്കൊക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ തൃശ്ശൂരുകാരുടെ ഒരു പ്രിയപ്പെട്ട ആൾ മന്ത്രിയായിട്ടിരിക്കുമ്പോഴും സാധാരണക്കാരെ പോലെയൊക്കെ ഇടപെട്ട് ആ തരത്തിലേക്ക് ഒരു ബന്ധം കൂടി ഉള്ള ആളാണ് സുനിൽകുമാർ. അപ്പോൾ അതുകൊണ്ട് സുനിൽകുമാറും കെ മുരളീധരനും സുരേഷ് ഗോപിയും കൂടെ വരുന്നതോടുകൂടി അവിടുത്തെ എനിക്കൊന്ന് കേരളത്തിൽ ഇത്രയും ടൈറ്റായി ഒരു മത്സരത്തിലേക്ക് മാത്രമല്ല മാർജിൻ വളരെ ചെറുതാകും ആര് ജയിച്ചാലും എന്നുള്ളൊരു കാര്യം വരികയാണ്. അത് എല്ലാവരും ഒരുപോലെ ഉറക്കം കെടുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ വളരെ പവർഫുള്ളാണ്, മറ്റേ ആൾ കുറച്ച് വീക്കാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ഒരു ഇലക്ഷൻ പ്രഡിക്ഷൻ നടത്താം. അത് കുറേ കൂടി ഒരു ഇതാണ്. ഇപ്പോൾ 3 പേർക്കും അവരവരുടെ സ്ഥാനാർത്ഥികൾ വളരെ കരുത്തരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ഷൻ മാർജിൻ എന്ന് പറയുന്നത് വല്ലാതെ കുറയുകയും ചെയ്യും. 3 പേരെ സംബന്ധിച്ച് പ്രത്യേകത 3 പേർക്കും സ്വന്തം പാർട്ടിക്കാർക്ക് കാര്യമായി എതിർപ്പില്ല, സ്വീകാര്യതയാണ്. അതിന് പുറത്തും സ്വീകാര്യതയുള്ള ആളാണ്. അപ്പൊ അതും എങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം. അതൊക്കെ പാർട്ടി തരത്തിലുള്ള ആഭ്യന്തര കാര്യമാണ്, അതൊന്നും നിങ്ങളെ ബേജാറാണ്ട, അത് ഞങ്ങളെ മാനേജ് ചെയ്തോളാം. അല്ല അതേപോലെ കൊടുക്കാൻ ഇന്ന് പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് പറയട്ടെ. രാജ്യസഭയിൽ
രാജസ്ഥാനിൽ നിന്ന്. അങ്ങനെ ഒരാളാണ് ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നത്. സ്വാഭാവികമായും അവിടെ ആലപ്പുഴയിൽ വിജയിക്കുകയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും. രാജ്യസഭാ സീറ്റ് രാജിവെക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ BJP വിജയിക്കുകയും ചെയ്യും. അപ്പോൾ BJPക്ക് ഒരു സീറ്റ് കിട്ടിയാലും പ്രശ്നമില്ല, CPM-നെ തുറക്കുക എന്ന ലൈനാണോ കോൺഗ്രസിനുള്ളത്? അതൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത് എങ്ങനെയാണ്? രാജ്യസഭാ അംഗങ്ങൾ മത്സരിക്കുന്നുണ്ട്, ഇന്ത്യ മുഴുവൻ ഇല്ലേ. ലോകസഭാ അംഗങ്ങളായിരുന്ന ആളുകൾ മത്സരിക്കുന്നുണ്ട്, നിയമസഭാ അംഗങ്ങൾ മത്സരിക്കുന്നുണ്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇത് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ, അദ്ദേഹം 2 പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് MP ആയിരുന്നു, നിരവധി പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് MLA ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടതാണ്, 20ാമത്തെ സീറ്റ്, 19 എണ്ണം ജയിച്ചിട്ട്. ഈ പ്രാവശ്യം ഞങ്ങളുടെ ടാർഗറ്റ് 20 സീറ്റ് ജയിക്കാറുള്ള, 20-ൽ 20. ആ 20-ൽ 20 സീറ്റും ജയിക്കാൻ ആലപ്പുഴയിൽ നിർത്താവുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്കം കോൺഗ്രസ് പ്രസിഡന്റിനെയും രാഹുൽ ഗാന്ധിയോടും സംസാരിച്ച് അവരുടെ അനുമതി വാങ്ങിച്ചാണ് KC വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ആലപ്പുഴ, കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചു പിടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ്. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ തോന്നും, രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെയാണെങ്കിൽ മത്സരിക്കാൻ പാടില്ലല്ലോ. ഈ പറഞ്ഞ തിയറി അനുസരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കാൻ പാടില്ലല്ലോ LDF. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചപ്പോൾ അന്ന് അങ്ങനെ ഒരു ഗ്രാൻഡ് അലയൻസ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അന്നെന്തിനാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ നോക്കിയത്? ഈ പറയുന്ന CPM തന്നെയാണ് ക്രിമിനലുകളെ അയച്ചുവിട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത്. നിങ്ങളാരും മറക്കണ്ട. ക്രിമിനലുകളെ തുറന്നുവിട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച CPM-കാരാണ് ഇപ്പോൾ ഈ പുതിയ വർത്തമാനം പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അവർ രാഹുൽ ഗാന്ധിയോട് എങ്ങനെയാണ് സമീപിച്ചതെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ദേശീയ തലത്തിൽ അലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞങ്ങൾ മത്സരിക്കുമ്പോൾ, ഇവിടെ ഞങ്ങൾ 2ആയി മത്സരിക്കുമ്പോൾ അവിടെ DMK അലയൻസ്, കോൺഗ്രസ്, CPM, CPI അലയൻസ് ഉണ്ട്. അപ്പുറത്ത് 2 MP-മാർ CPM-ന് ജയിച്ചു, ഇവിടെ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ. ആ 2 പേരും ജയിച്ചവർ 2 പേരും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് പോസ്റ്റർ അടിച്ചിട്ടാണ് 2 CPM MP-മാരും കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഉണ്ടായതല്ലേ. രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടത് കേരളത്തിലെ പാർട്ടി നേതാക്കളും അതുപോലെ UDF-ലെ ഘടകകക്ഷികൾ മുഴുവൻ UDF ചെയർമാനായ എന്നെ ചുമതലപ്പെടുത്തി. അവരുടെ ആവശ്യം രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പം മുഴുവൻ പേരുടെ കേരളത്തിലെ UDF-ൻ്റെ മുഴുവൻ ആവശ്യമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന്. അത് പാർട്ടി അംഗീകരിച്ച് അതിന് ഇവരിത്തിരി വേവലാതിപ്പെടുന്ന ആവശ്യം എന്താ? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് ഇവർക്ക് ഇപ്പോഴും ടെൻഷൻ വന്നോ? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. കൃത്യമായ ആലോചനകൾ നടത്തി ഭംഗിയായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടാണ് CPM നിൽക്കുന്നത്. വേരണ്ട നിൽക്കുന്നത് BJP-യുടെ മുമ്പിൽ CPM നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ CP ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ പല ഇതിൽ വേറൊരു സുധാകരനും അതുപോലെ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതിൽ വേറൊരു വിഷയം, ഇനി ഈ പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ഇപ്പോൾ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കോൺഗ്രസ് പട്ടിക വരുമ്പോൾ ഇനി പത്മജ BJP-യുടെ എന്തുതരം പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ അവരെ ഇറങ്ങി പത്മജയുടെ ഭർത്താവ് വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ K. മുരളീധരനെതിരെ പത്മജ പ്രചരണത്തിന് ഇറങ്ങും എന്നൊക്കെയുള്ളത്. പത്മജയ്ക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളതൊക്കെ ഇത് എനിക്ക് തോന്നുന്നു വോട്ടിനെ സ്വാധീനിക്കാൻ തന്നെ അപ്പുറത്തേക്ക് BJP-ക്ക് സഹായമാകുന്നത്. അതിന് K. മുരളീധരൻ എന്ന് പറഞ്ഞത് പത്മജയെ മുന്നിൽ നിർത്തിയാൽ പിന്നെ BJP-ക്ക് വളരെ എളുപ്പം 3ാം സ്ഥാനത്തേക്ക് പോകാം എന്നാണ്. ഏതായാലും അത് എങ്ങനെ എന്ത് വരും എന്നുള്ളതും കൂടി ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുക. പക്ഷെ ഞാനിതിനെ കാണുന്നത് അങ്ങനെയല്ല. കേരളത്തിൽ എന്ത് എഫക്റ്റ് ഉണ്ടാവുന്നൊന്നുമല്ല. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം BJP-യെ സംബന്ധിച്ച് പറയാൻ ഒരു വലിയ ആയുധമാണ്. അത് വലിയൊരു K. കരുണാകരന്റെ മകൾ ഞങ്ങളുടെ പാർട്ടിയിലെത്തി, AK ആന്റണിയുടെ മകൻ എത്തി, അവന് നിരവധിയായ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഓരോരുത്തരും അവരുടെ പിൻതലമുറക്കാർ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് മറ്റ് സ്ഥലങ്ങളിൽ
കോൺഗ്രസ് ആകെ തകരാൻ പോകുന്നു എന്നുള്ള ഒരു ഇമ്പാക്ട് ഫീൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കും. അത് നാഷണൽ മീഡിയയിൽ വലിയ വാർത്തയാകും. അവർ ഇലക്ഷൻ രംഗത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ അനിൽ ആന്റണി എന്നത് ഒരു പക്ഷേ കേരളത്തിന് അത്ര പരിചിതമല്ലെങ്കിലും അദ്ദേഹം ഒരു AK ആന്റണിയുടെ മകൻ എന്ന തരത്തിൽ അത്. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ പുറത്തു വന്നു. എന്തായാലും പ്രധാന മത്സരങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ BJPയുടെ പട്ടികയും പുറത്തു വന്നു. ബാക്കി ഘടകകക്ഷികളുടെ പട്ടിക മാത്രമാണ് ഇനി പുറത്തു വരാനുള്ള കേരളത്തിന്റെ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.